പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, ജീവിതത്തിൽ ഒരുപാട് ആളുകൾ സങ്കടപ്പെടുന്ന ഒരവസ്ഥയുണ്ട്. ഒരുപാട് ആളുകൾ കരയുന്ന, വേദനിക്കുന്ന ഒരവസ്ഥയുണ്ട്. എപ്പോഴെന്നറിയുമോ? ആ ഒരു വേദനയും ആ ഒരു സങ്കടവും കടന്നു വരുന്ന ഒരേ ഒരു സമയത്താണ് മനുഷ്യന്മാർക്ക് ഭൂരിഭാഗം രോഗങ്ങൾ വരുന്നതും സങ്കടങ്ങൾ വരുന്നതും കഷ്ടപ്പാട് വരുന്നതും എല്ലാം വരുന്ന ഒരു നേരത്താണ്. എപ്പോഴാണ്? അവന്റെ ഉറക്കം റെഡിയാവാതെ വരുന്ന ഒരു സമയമാണ്. ഉറക്കം അവനിക്ക് നല്ലതുപോലെ കിട്ടിയിട്ടില്ലെങ്കിൽ രാവിലെ എഴുന്നേൽക്കുമ്പോ തലവേദന കൊണ്ട് അനങ്ങാൻ കഴിയില്ലല്ലോ. തലവേദനിച്ചിട്ട് പ്രയാസപ്പെട്ട് ഒരു ജോലി പോലും ചെയ്യാൻ പറ്റാതെ വീടിന്റെ അകത്തട്ടിൽ പോയി കിടക്കേണ്ടുന്ന ഒരവസ്ഥ വന്നു പോവുകയാണ്. അതുകൊണ്ട് ഉറക്കം എന്ന് പറയുന്നത് ഒരു മനുഷ്യനിക്ക് മർമ്മപ്രധാനമായിട്ടുള്ള ഒന്നാണ്. അതുകൊണ്ട് ആ ഉറക്കം മുഅ്മിനേ നമ്മുടെ ഖൽബിന്റെ ഉള്ളിലേക്കൊന്ന് വരണോ? അതിന്റെ ഒന്നാമത്തെ വഴി ഞാൻ പറഞ്ഞു തരാം. നമ്മൾ എങ്ങനെല്ലാം കിടന്നിട്ടും നമുക്ക് ഉറക്കം വരുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ചൊല്ലുമോ? അല്ലാഹുമ്മ ഗാറത്തിൻ നുജൂം വഹദഅത്തിൽ ഉയൂൻ വഅന്ത ഹയ്യുൽ ഖയ്യൂം ലാ തഅഖുദുക സിനത്തും വലാ നൗം യാ ഹയ്യു യാ ഖയ്യൂം ഇഹ്ദ് ലൈലി വഅനിം ഐനി അഊദു ബികലിമാത്തില്ലാഹി താമ്മാതി മിൻ ഗളബിഹി വഇഖാബി വശർരി ഇബാദിഹി വമിൻ ഹമസാത്തിശ് ശയാത്തീനി വഅൻ യഹ്ളറൂൻ. ഈ ഒരു ദുആ നമ്മൾ ഓതിയിട്ടാണ് കിടക്കുന്നതെങ്കിൽ കണ്ടു ചൊല്ലാൻ പറ്റുമെങ്കിൽ നമ്മൾ കണ്ടു ചൊല്ലുക. അതല്ല എന്നുണ്ടെങ്കിൽ പടച്ചവനെ, ഈ ഒരു ദുആ നമ്മുടെ ഖൽബിന്റെ ഉള്ളിൽ കൊണ്ടുവരിക. നല്ല മനസ്സോടുകൂടിയിട്ടൊന്ന് ചൊല്ലിയിട്ടാണ് കിടന്നുറങ്ങുന്നതെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നല്ല ഉറക്കം തരുന്നുണ്ട്. ആ ഉറക്കത്തിൽ നല്ലതുപോലെ കിടന്ന് ഉറങ്ങാമല്ലോ. എത്ര ആളുകൾ ചിന്തിച്ചു നോക്കിക്കേ, ഉസ്താദേ ഉറക്കമില്ല, രാത്രിയായാല് ഏത് സമയം കിടന്നാലും നമുക്കൊരു ഉറക്കം കിട്ടുന്നില്ല. അതിനെന്താ വേണ്ട? എന്താ ചൊല്ല? പൊന്നാര സഹോദരങ്ങളെ, ഈ ഒരു ദുആ പിന്നീട് ഇവിടുന്ന് പറയുകയാണ്, വജഅൽനാ നൗമകും സുബാതാ വജഅൽനാ നൗമകും സുബാതാ. അതിനോടൊപ്പം തന്നെ ഈ വരായത്ത് ആവർത്തിച്ചു ഓതുകയും ചെയ്താൽ ഉറക്കം കിട്ടുമെന്ന് ഇമാമുനാ നസായി. ഈ വരായത്ത് കൂടെ ആ ദുആയോടൊപ്പം വജഅൽനാ നൗമകും സുബാതാ നമ്മളെ കൊണ്ട് ചൊല്ലാൻ പറ്റുമല്ലോ. സൂറത്തുൻ നബഅയിലെ അമ്മ യതസാഅലൂൻ അനിൻ നബഇൽ അളീം അല്ലദീ ഹും ഫീഹി മുഖ്തലിഫൂൻ എന്നിങ്ങനെ ഓതി വന്നിട്ട് അവസാനം നമ്മളൊരു 11 തവണ വജഅൽനാ നൗമകും സുബാതാ വജഅൽനാ നൗമകും സുബാതാ വജഅൽനാ നൗമകും സുബാതാ. ആവർത്തിച്ചോദനം. ഇനിയാണെങ്കിലോ ചില ആളുകൾ ചെന്ന് കിടക്കാറുണ്ട്. ചെന്ന് കിടന്നു കഴിഞ്ഞാൽ പിന്നെ അവർക്ക് വല്ലാത്ത പ്രയാസമാണ്. എങ്ങനാണ് ഒന്ന് ഉറങ്ങിക്കിട്ടുന്നത്? തിരിഞ്ഞും മറിഞ്ഞും ഉറങ്ങി നോക്കി അല്ലെ? ചില ആളുകൾ അങ്ങനെ ചെന്നിട്ട് ഉറക്കം കിട്ടാതെ തിരിഞ്ഞും മറിഞ്ഞൊക്കെ ഒന്ന് കിടന്നു നോക്കും. ചിലപ്പോൾ കമ്മനടന്ന് നോക്കും. എങ്ങനെയൊക്കെ ഉറക്കത്തിലേക്ക് വീഴാൻ പറ്റുമോ അതൊക്കെ മനുഷ്യന്മാർ ചെയ്യാൻ നോക്കുക. പക്ഷെ പറ്റുന്നില്ല, അവർക്കതിന് കഴിയുന്നില്ല. മറിഞ്ഞും തിരിഞ്ഞും കിടക്കുന്നുണ്ടെങ്കിൽ ലാ ഇലാഹ ഇല്ലല്ലാഹുൽ വാഹിദുൽ ഖഹാർ
റബ്ബുസ് സമാവാതി വൽ അർളി വമാ ബൈനഹുമൽ അസീസുൽ ഗഫാർ. ഇതും കൂടെ നമ്മൾ അങ്ങ് ഓതിയാൽ തിരിഞ്ഞും മറിഞ്ഞും കിടന്നിട്ട് ഒരു ഉറക്കവും നമുക്ക് ലഭിക്കുന്നില്ല എങ്കിൽ നമ്മൾ ഇതങ്ങ് ഓതാമോ? നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും നല്ല ഔഷധമാണ്, ഏറ്റവും നല്ല അനുകൂല്യമാ. നേരത്തെ നമ്മൾ പറഞ്ഞല്ല, രോഗികളായി കിടക്കുന്ന ആളുകൾ അവര് ഉറക്കമില്ലാതെ കിടക്കുന്നവരായേക്കാ. പടച്ചവനെ, രാത്രി എല്ലാവരും കൂർക്കം വലിച്ചുകൊണ്ട് കിടന്ന് ഉറങ്ങുമ്പോഴും ചില ഉപ്പമാര് ഉറങ്ങില്ല, ചില ഉമ്മമാര് ഉറങ്ങില്ലല്ലോ. അവരുടെ അരികത്തൊന്ന് പോയിരിക്കുമോ? അവരുടെ അരികത്തൊന്ന് പോയിരിക്കുമോ? നിറഞ്ഞ മനസ്സോടെ വജഅൽനാ നൗമക്കും സുബാതാ. ഒന്നുകൂടെ ഞാൻ ആ ദുആകൾ മുഴുവനും ഒന്ന് ആവർത്തിച്ചു പറയാം. അല്ലാഹുമ്മ ഗാറത്തിൻ നുജൂമു വഹദഅത്തിൽ ഉയൂനു വഅന്ത ഹയ്യുൻ ഖയ്യൂം ലാ തഅഖുദുക സിനത്തും വലാ നൗം യാ ഹയ്യു യാ ഖയ്യൂം ഇഹ്ദി ലൈലി വഅനിം ഐനി أعوذ بكلمات الله التامات من غضبه وعقابه وشر عباده ومن همزات الشياطين وأن يحضرون. അത് ഓതുന്നതിനോടൊപ്പം തന്നെ വജഅൽനാ നൗമക്കും സുബാതാ. നമ്മൾ ഓതുന്നതിന്റെ കൂടെ തന്നെ വജഅൽനാ നൗമക്കും സുബാതാ ഒന്ന് ഓതണം നമ്മൾ. ഇനി തിരിഞ്ഞും മറിഞ്ഞും കിടക്കുകയാണെങ്കിൽ ലാ ഇലാഹ ഇല്ലല്ലാഹുൽ വാഹിദുൽ ഖഹ്ഹാർ റബ്ബുസ് സമാവാതി വൽ അർളി വമാ ബൈനഹുമൽ അസീസുൽ ഗഫാർ. ഇങ്ങനെ നമ്മൾ ചൊല്ലിയിട്ട് നമ്മൾ കിടക്കുകയാണ് എന്നുണ്ടെങ്കിൽ, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ സങ്കടങ്ങളും നമ്മുടെ വേദനകളും നമ്മുടെ കഷ്ടപ്പാടുകളും നമ്മുടെ ദുഃഖങ്ങളെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല മാറ്റിത്തരും. അതിൽ യാതൊരു സംശയവുമില്ല. പക്ഷേ നമ്മൾ വേണമെന്ന് പറഞ്ഞുകൊണ്ട് മുന്നോട്ട് പോകുമ്പോഴാണ് അല്ലാഹു നമുക്ക് സന്തോഷം തരട്ടെ, അല്ലാഹു നമുക്ക് സ്വർഗം തരട്ടെ. അപ്പൊ അതുകൊണ്ട് നന്മയിലൂടെ പോയി ജീവിതം മെച്ചപ്പെടുത്ത ദിക്റുകൾ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരിക. അതിന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ.